കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 ക്ലാസ് 7 കേരള പാഠാവലി മലയാളം എക്സാം ആയിരുന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഈസി ആയിരുന്നില്ലേ? യെസ്. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഒരു കാണാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രവർത്തനം 1 വായിക്കാം എഴുതാം എന്നുള്ളതായിരുന്നു. അമ്മ പക്ഷിയെ പോലെ. നമ്മുടെ വിദ്യാലയം ഇത് കണ്ടോ, അമ്മ പക്ഷി കണക്കല്ലോ, അരുമക്കുട്ടികൾ 1000 ചിറകിനടിയിൽ ഒളിച്ചിടാൻ, ചിക്കിച്ചികയാൻ വാക്കുകൾ അക്ഷരമുത്തുകൾ കൊത്തിയെടുപ്പാനും, ഇത്തിരി മഴയും വെയിലും കൊണ്ടീ മുറ്റത്തൂടെ കളിപ്പാനും, വാക്യം സ്നേഹത്തോടെ തമ്മിൽ കൊക്കുകൾ തമ്മിൽ ഉരുമ്മാനും, കല്ലും മുള്ളും കൂർത്തുകിടക്കെ മെല്ലെ കാലുകൾ വയ്ക്കാനും, വേവും ചൂടിൽ അകപ്പെട്ടെന്നാൽ നോവറിയാതെ നടപ്പാനും, പല പല വിദ്യകൾ ഉണ്ടവയെല്ലാം പതിവായി പക്ഷി പഠിപ്പിക്കും, പിന്നെയൊരിക്കൽ കുഞ്ഞുങ്ങളെയും ചുമ്മാ കൊത്തിയകറ്റിയിടും. രാജഗോപാൽ നാട്ടുകാരൻ്റെ ഒരു അമ്മ പക്ഷിയെ പോലെന്നുള്ള കവിതയാണ്. ഇതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങളുണ്ട്. വിദ്യാലയം ആരെ പോലെയാണ്? കൂർത്ത കല്ലും മുള്ളും പോലെ, അക്ഷരമുത്തുകൾ പോലെ, പക്ഷിയുടെ കൊക്കുകൾ പോലെ, അമ്മ പക്ഷിയെ പോലെ. ശരിയായ ഉത്തരം എന്തായിരുന്നു? അമ്മ പക്ഷിയെ പോലെ. അരുമക്കുട്ടികളെ ചിറകിനടിയിൽ ഒളിപ്പിക്കുന്ന പക്ഷിയായി സങ്കല്പിച്ചിരിക്കുന്നത് ആരെയാണ്? മുത്തശ്ശിയെ, വിദ്യാലയത്തെ, വാക്കുകളെ, അമ്മ പക്ഷിയെ? വിദ്യാലയത്തെ. കൂർത്തി കിടക്കുന്ന കല്ലും മുള്ളും അർത്ഥമാക്കുന്നത് വൈവിധ്യമുള്ള ജീവിതാനുഭവങ്ങൾ, കൊക്കുരുമൽ, ചിറകിനടിയിൽ ഒളിക്കൽ, പറമ്പിലെ കല്ലും മുള്ളും. വൈവിധ്യമുള്ള ജീവിതാനുഭവങ്ങൾ. പല പല വിദ്യകൾ ഉണ്ടവയെല്ലാം. വിദ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? കുട്ടികൾക്ക് പകരുന്ന അറിവ്, കളികൾ, ചിക്കിച്ചികയൽ, കള്ളത്തരങ്ങൾ. കുട്ടികൾക്ക് പകരുന്ന അറിവ്. പക്ഷിക്കുഞ്ഞുങ്ങളെ കൊത്തിയകറ്റുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് മുറ്റത്ത് കളിക്കാൻ തുടർ പഠനത്തിന് അമ്മമാർ പറഞ്ഞിട്ട്. തുടർ പഠനത്തിന്. ഓക്കെ, എല്ലാവരും ഈ 5 ചോദ്യത്തിനും ഉത്തരം ശരിയായിട്ട് എഴുതിയല്ലോ? ഓക്കെ. രണ്ടാമത്തെ ചോദ്യം പ്രവർത്തനം 2 പോസ്റ്റർ ആയിരുന്നു. തിരുവോണ പുലരിതൻ തിരുമുൽ കാഴ്ച കാണാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി. ഓണമെത്തി, നമ്മുടെ സ്കൂളും പൊന്നോണം ആഘോഷിക്കാൻ തയ്യാറായി. ഓണാഘോഷത്തിനുള്ള പോസ്റ്റർ തയ്യാറാക്കിയാലോ? ചിത്രങ്ങൾ ചേർത്ത് പോസ്റ്റർ ആകർഷകമാക്കുമല്ലോ. ചിത്രങ്ങളൊക്കെ ചേർത്ത് ഓണത്തിനായിട്ടുള്ള പോസ്റ്റർ തയ്യാറാക്കുക എന്നുള്ളതിന് പ്രവർത്തനം 2. മൂന്നാമത്തെ പ്രവർത്തനം ഔചിത്യം പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ്. അതിൽ എ പാർട്ട് നിറമില്ലാത്ത സ്വപ്നങ്ങൾ. പലരും സ്വപ്നം കാണാറുണ്ട്. ലോകത്തെങ്ങുമില്ലാത്ത നിറങ്ങൾ ചാലിച്ച സ്വപ്നങ്ങൾ. ഞാനും കണ്ടിരുന്നു. അച്ഛൻ പോയ രാത്രി മുതൽ ഞാൻ കണ്ട സ്വപ്നങ്ങൾക്ക് നിറമുണ്ടായിരുന്നില്ല. അവ ചിതലരിച്ച് ഭംഗി തുടങ്ങിയ പഴയ സ്വപ്നങ്ങളായിരുന്നു. അനാഥമായ ഒരു ബാല്യത്തിൻ്റെ പ്രതിഫലനങ്ങളായിരുന്നു ആ സ്വപ്നങ്ങളെല്ലാം. ദിയ കെ. കഥ വായിച്ചില്ലേ? ശീർഷകത്തിൻ്റെ ഔചിത്യം പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. ഇത് നിങ്ങൾ വായിച്ചിട്ട് നിറമില്ലാത്ത സ്വപ്നങ്ങൾ, അപ്പോൾ അതിൻ്റെ ഔചിത്യം ഇതുമായിട്ടുള്ള ബന്ധം ആ ഒരു പരിശോധിച്ച് എന്ത് ചെയ്യണം? കുറിപ്പ് തയ്യാറാക്കണം. ബി ക്വസ്റ്റ്യൻ. കുറിഞ്ഞിച്ചെടിയുടെ കാത്തുകിടപ്പിനെ സൂചിപ്പിക്കുന്നത് എന്ത്? നീണ്ട തപസ്, കാഹളം മുഴക്കം, കേളികൊട്ട്. നീണ്ട തപസ്. പ്രവർത്തനം 4 ആസ്വാദനക്കുറിപ്പ് എഴുതാനായിരുന്നു. ഇളം കാറ്റ് തെല്ലൊന്നു തൊട്ടൊന്നു വന്നാൽ ഇഷ്ടമാകാത്തത് ആർക്കാണ്? നീലക്കുറിഞ്ഞികളുടെ മനോഹാരിത നിങ്ങൾ ആസ്വദിച്ചില്ലേ? വള്ളത്തോളിൻ്റെ ദിനാന്ത സഞ്ചാരത്തിലും പ്രകൃതി ഭംഗി നാം കണ്ടു. ചൂടെ തന്നിരിക്കുന്ന കവിത വായിക്കൂ. കല്യാണമേളം. അമൃത കേളകം അതിൻ്റെ കല്യാണമേളം. മരമൊന്ന് വരമെന്നരുളിയതാരെന്നറിയില്ലെങ്കിലും അതു സത്യം. മരമില്ലെങ്കിൽ വനമില്ലെങ്കിൽ മനുഷ്യന് ജീവിത വഴിമുട്ടും. മലനിരയെല്ലാം ഇല്ലാതായാൽ മഴ കിട്ടാതെ വലയും നാം. മഴയില്ലെങ്കിൽ ജലമില്ലെങ്കിൽ മരുഭൂവാകും ഭൂലോകം. മരമാണ് ഐശ്വര്യം എന്നറിയാത്ത മരമണ്ടന്മാരുണ്ടെന്നും. അപകടകരമാണ് അവരുടെ ചെയ്തികൾ, അതിനെ തടയാൻ ഒന്നിക്കാം.
വിനാശത്തിന് അറുതി വരുത്താം നട്ടുവളർത്താം മരമെങ്ങും. അവയേകട്ടെ തണലും തണുവും അവനിക്കിത്തിരി ആശ്വാസം. ഓക്കെ, അപ്പോൾ ഭൂമിക്ക് ആശ്വാസം കിട്ടാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലേ, മരം മുറിക്കാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ഇത് ആരാണ് എഴുതിയത്, ഏത് കവിതയാണ് ഏത് കവിതയിൽ നിന്നുള്ളതാണ്, അതൊക്കെ മനസ്സിലാക്കി എന്ത് ചെയ്യുക, ഇതിൽ നിന്നുള്ള അർത്ഥവും മനസ്സിലാക്കി ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക എന്നായിരുന്നു ആ ക്വസ്റ്റ്യൻ. അടുത്ത അതിൻ്റെ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. കാട്ടുപൂക്കളുടെ വർണ്ണവും സുഗന്ധവും ഉണ്ടായിരിക്കുന്നത് ആർക്കാണ്? പൂമ്പാറ്റ. ഇനി പ്രവർത്തനം 5 യാത്രാ വിവരണം എഴുതാനായിരുന്നു. കാടിനകത്തേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ഇലകൾക്കിടയിലൂടെ സൂര്യൻ ഞങ്ങളെ വരവേറ്റു. പക്ഷികളുടെ പാട്ട് എതിരേറ്റു. കണ്ണിൽ നിറയെ കാനനപ്പച്ച. ഒരു യാത്രാ വിവരണത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: നിങ്ങൾ ആസ്വദിച്ച യാത്രയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി വിവരണം തയ്യാറാക്കുക. നിങ്ങൾ ആസ്വദിച്ച യാത്രയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി വിവരണം തയ്യാറാക്കാനായിരുന്നു പ്രവർത്തനം 5. പ്രവർത്തനം 6 വിശകലന കുറിപ്പാണേ. കവിത വായിക്കൂ. എന്താണമ്മേ സ്വാതന്ത്ര്യം? കെ പല്ലശ്ശനയുടേതാണ്. ചന്തുവിനുണ്ടൊരു സന്ദേഹം, എന്താണമ്മേ സ്വാതന്ത്ര്യം? ഉത്തരമൊന്നും ചൊല്ലാതെ പുഞ്ചിരി തൂവി മാതാവ്. ഓലത്തുമ്പിൽ ചാഞ്ചാടും ചേലേറുന്നൊരു തത്തമ്മ. ചന്തുവിനുത്തരം എന്നോണം ഒന്നു ചിലച്ചു ചന്തത്തിൽ. ബന്ധനമില്ലെന്നാകീടിൽ അതാണ് കുഞ്ഞെ സ്വാതന്ത്ര്യം. അപ്പോൾ മനസ്സിലെ കിളി എന്ന പാഠഭാഗത്തിലെ ആശയങ്ങളും ഈ കവിതയിലെ ആശയങ്ങളും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. സ്വാതന്ത്ര്യം. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യുക, 2 കവിതയും താരതമ്യപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ: വിഭജിതൻ തന്തികളിൽ അദൃശ്യ പുഷ്പങ്ങളായി നിൽക്കുന്നതാര്? ഇന്നലെ അവർ പാടിയ ഗാനങ്ങൾ, പോയി മറഞ്ഞവർ, മുന്തിരിനീര്. ഉത്തരം ഇന്നലെ അവർ പാടിയ ഗാനങ്ങൾ. ഓക്കെ, എക്സാം ഈസി ആയിരുന്നല്ലോ, നല്ലതുപോലെ എഴുതിയല്ലേ? ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.